നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്ന സന്തോഷ് കുമാറിനെതിരെ സമഗ്രമായ അന്വേഷണം നടത്താൻ നിലവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന ഈ വലിയ തോതിലുള്ള ക്രമക്കേടുകളിലേക്കാണ് ഇപ്പോൾ പുതിയ അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. ദേവസ്വം ഭരണത്തിൽ പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രി കർശന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മുൻകാലങ്ങളിൽ നടന്ന അഴിമതികളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഇടപെടലിലൂടെ സർക്കാർ നൽകുന്നത്. ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ ഈ പുതിയ നീക്കമെന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകളും ദുരൂഹതകളുമൊക്കെ തന്നെ നടന്നിട്ടുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രാഥമിക നിഗമനം. ഈ വിഷയത്തിൽ SIT ഹൈക്കോടതിയിൽ ഇതിനോടകം തന്നെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 2025 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളികളിലുമൊക്കെ തന്നെ സ്വർണ്ണം പൂശാനായി നൽകിയതിൽ വലിയ നിയമലംഘനങ്ങളാണ് നടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം സുപ്രധാന കാര്യങ്ങൾക്ക് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വാങ്ങേണ്ടത് നിർബന്ധമാണെന്നിരിക്കെ മുൻ ഭരണസമിതി ഇത് പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സ്വർണം കൈമാറിയത്. കോടതിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്രയും വലിയൊരു സാമ്പത്തിക ഇടപാട് നടത്തിയതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണവും വലിയ ഗൂഢാലോചനയും നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം കോടതിയെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. പുതിയ ക്രമക്കേടുകൾക്ക് പുറമെ പഴയ ചില കേസുകൾ ഒതുക്കി തീർക്കാനും മുൻ ഭരണസമിതി ശ്രമിച്ചിരുന്നതായിട്ടും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 2019 സമാനമായ രീതിയിൽ ശബരിമലയിൽ നടന്ന മറ്റൊരു സ്വർണ്ണ ഇടപാട് മറച്ചുവെക്കാനും അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇല്ലാതാക്കാനും PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ ബോർഡ് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. കേവലം ഒരു ഭരണപരമായ വീഴ്ച എന്നതിലുപരിയായിട്ട് കൃത്യമായ അറിവോടും പൂർണ്ണ ബോധ്യത്തോടും കൂടിയാണ് ഭരണസമിതി അംഗങ്ങൾ ഈ അഴിമതിക്ക് കൂട്ടുനിന്നത് എന്നാണ് SIT റിപ്പോർട്ടിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ തന്നെ ഈ വിവരങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് നിയമ സംവിധാനങ്ങൾ നോക്കിക്കാണുന്നത്. പുതിയ തെളിവുകളുടെയും മന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിൻ്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ കേസിൻ്റെ പ്രതിപട്ടിക വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ ഉള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കരുതുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെയും അന്നത്തെ ഭരണസമിതിയിലെ മറ്റ് അംഗങ്ങളെയും ഔദ്യോഗികമായിട്ട് പ്രതി ചേർക്കാൻ SIT തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കർശനമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് അന്വേഷണം നീങ്ങുന്നതായിരിക്കും. സന്തോഷ് കുമാറിനെതിരെ മന്ത്രി പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചത് ഈ നീക്കങ്ങൾക്ക് കൂടുതൽ വേഗത പകരും. ഭക്തരുടെ പണം അപഹരിച്ചവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ പുതിയ അന്വേഷണങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഭരണസമിതി അംഗങ്ങൾക്ക് പുറമെ ദേവസ്വം ബോർഡിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ സ്വർണ്ണക്കൊള്ളയിൽ വലിയ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ തുടങ്ങിയ സുപ്രധാന പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരും ഉടൻ തന്നെ പുതിയ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് പുറത്തുവരുന്ന വിവരം. കേവലം രാഷ്ട്രീയക്കാരുടെ മാത്രം തീരുമാനമല്ല, മറിച്ച് ഉദ്യോഗസ്ഥരുടെ കൂടി മൗനാനുഭവത്തോടു കൂടിയാണ് ഈ അഴിമതി അരങ്ങേറിയത്. അതിനാൽ തന്നെ PS പ്രശാന്തിൻ്റെ കാലത്തെ ഇടപാടുകളിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച ഭരണപരമായിട്ടുള്ള വീഴ്ചകൾക്കും അവരുടെ പങ്കാളിത്തത്തോടെ നടന്ന ഗൂഢാലോചനകൾക്കുമെതിരെ പ്രത്യേകമായിട്ട് കേസെടുക്കാനാണ് SIT ഒരുങ്ങുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അഴിമതിയുടെ വേരുകളൊക്കെ തന്നെ കണ്ടെത്താൻ ഇത് വലിയ തോതിൽ സഹായിക്കും. ശബരിമലയുടെ സമീപകാല ചരിത്രത്തിൽ തന്നെ വലിയൊരു നിയമ പോരാട്ടത്തിനാണ് ഈ സംഭവങ്ങളിലൂടെ ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അന്വേഷണങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നത്. സ്വർണം അപഹരിച്ചവരെയും അതിനെ കൂട്ടുനിന്നവരെയും കണ്ണടച്ചവരെയും എല്ലാം തന്നെ ഒരുപോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്വേഷണം ഇപ്പോൾ അതിവേഗം മുന്നോട്ട് പോകുന്നത്. സർക്കാരിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ഈ ശക്തമായിട്ടുള്ള ഇടപെടൽ കാരണം കോടതിയും അന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഈ ശബരിമലയിലെ ഓരോ വിഷയത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കുറ്റക്കാർ എത്ര ഉന്നതരായാലും അവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഈ പുതിയ സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത്.